നോഹ ഒരു പ്രതീകമാണ്. തിന്മ നിറഞ്ഞ ലോകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചോതുന്ന ഒരു പ്രതീകം. മഹാപ്രളയം അത് ഒരു ശുദ്ധീകരണമായിരുന്നു, ഒരു പുതിയ തുടക്കമായിരുന്നു. എന്നാൽ ഒരു മനുഷ്യൻ്റെ സമ്മതം അവിടത്തേക്ക് ആവശ്യമായിരുന്നു. ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് അവന് ലഭിച്ചപ്പോൾ അവൻ്റെ സന്നദ്ധത മനുഷ്യൻ്റെ മുമ്പിൽ പരിഹാസമായിരുന്നു. ഹെബ്രായ ലേഖനം 11:7 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: വിശ്വാസം മൂലം നോഹ ഇതുവരെ കേൾക്കാത്തതിന് വേണ്ടി തന്നെ സമർപ്പിച്ചു. ഭയഭക്തി ബഹുമാനത്തോടുകൂടെ അവൻ പെട്ടകം തൻ്റെ കുടുംബത്തിന് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ചു എന്ന്. ദൈവം പറഞ്ഞത് പൂർണ്ണമായിട്ട് അവന് മനസ്സിലായില്ല. പക്ഷേ തൻ്റെ അനുസരണയും തൻ്റെ സമർപ്പണവും വലിയ അനുഗ്രഹത്തിലേക്ക് അവനെ നയിച്ചു. അവൻ മനസ്സിലാക്കി, പ്രളയം കഴിയുമ്പോൾ ഉടമ്പടിയുടെ വലിയ ഒരു മഴവില്ല് ഉണ്ടാകും. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ അനുഗ്രഹിക്കും. നോഹയെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്: ആ തലമുറയിലെ ഏറ്റവും നീതിമാനായ മനുഷ്യൻ അവനായിരുന്നുവെന്നും. എന്താണ് നീതി? അപരന് അവകാശപ്പെട്ടത് കൊടുക്കുന്ന അനുഭവം, ദൈവത്തിനും അപരനും. ഈ നോയമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു സമർപ്പണത്തിൻ്റെ അനുഭവം, നീതിയുടെ അനുഭവം. ദൈവം നിർദ്ദേശിക്കുന്നത് അത് മനുഷ്യയുക്തിയിൽ ലജ്ജാകരമെങ്കിലും, ചിലവേറിയതെങ്കിലും, ഉത്തരം കിട്ടാത്തതെങ്കിലും കർത്താവിൻ്റെ നിർദ്ദേശമായി സ്വീകരിച്ച് അത് പൂർണ്ണമായി നിറവേറ്റാനുള്ള സന്നദ്ധത, ദൈവത്തോടുള്ള വിശ്വസ്തത, ദൈവത്തോടുള്ള അനുസരണം. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുമ്പോൾ നോഹയുടെ മാതൃക നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ ശക്തിയായി തീരട്ടെ.